മലപ്പുറം ചോക്കാട് പുലി ഇറങ്ങിയെന്ന് സംശയം. പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ പുലി ആക്രമിച്ച് കൊന്നുവെന്ന് സംശയിക്കുന്ന കാട്ടുപന്നിയുടെ ജഡത്തിന്റെ അവശിഷ്ടം കണ്ടെത്തി. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷഹദ്, ഇത് പുലി ഇറങ്ങിയോ എന്ന് സംശയിക്കാനുള്ള സാഹചര്യം എന്താണ്? അവിടെ നേരത്തെയും ഇത്തരത്തിൽ വന്യമൃഗശല്യമുള്ള പ്രദേശമാണോ? അനുജ, തീർച്ചയായും. കാരണം ഇതിനു മുൻപും പലതവണ ഈ മേഖലയിൽ പുലിയും അതുപോലെ തന്നെ കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് പുലിയാണെന്നുള്ള സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുന്നത്. ചോക്കാട് പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിലാണ് ഇത്തരത്തിൽ പുലി ഇറങ്ങിയതായി സംശയിക്കുന്നത്. കാട്ടുപന്നിയാണ് കൊന്നു തിന്ന നിലയിൽ കാണുന്നത്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. തൊഴിലാളികളും എസ്റ്റേറ്റ് അധികൃതരും ഭീതിയിലാണ് എന്നൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകം അറിയുന്നത്. പുല്ലങ്കോട് എസ്റ്റേറ്റ് മാനേജറുടെ ബംഗ്ലാവിന് സമീപത്തെ 202 റീപ്ലാനിംഗ് ഏരിയയിലാണ് കാട്ടുപന്നിയെ കൊന്ന നിലയിൽ കാണുന്നത്. രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കാട്ടുപന്നിയെ കൊന്ന നിലയിൽ കാണുന്നത്. പിന്നീട് ഈ എസ്റ്റേറ്റിന്റെ മാനേജറെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിനു മുൻപ് ഈ പ്രദേശത്ത് സമാനമായ രീതിയിൽ ഇത്തരത്തിൽ കാട്ടുപന്നികളെയൊക്കെ ആക്രമിച്ച് തിന്നാൻ വേണ്ടി കടുവ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതിനായി അവിടെ കൂടും മറ്റും സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ എസ്റ്റേറ്റിൽ ഇത്തരത്തിൽ പുലി ഇറങ്ങിയതായി ഇപ്പോൾ സംശയിക്കുന്നത്. മലപ്പുറം ചോക്കാടാണ് പുലി ഇറങ്ങിയെന്ന സംശയം. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി.